തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ലിജോയ്സ് ബാബു, തൃശൂർ. നമ്മുടെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: കൊടുങ്കാറ്റിന്റെ തീവ്രത കാണുമ്പോൾ ഭയം ശിഷ്യരെ കീഴടക്കുമെന്നും സ്വന്തം ദേഹരക്ഷയ്ക്കായി എല്ലാവരും ഗുരുവിനെ കൈവിടുമെന്ന പ്രവചനം നിവൃത്തിയാകുമെന്ന വചനം അവരെ ഓർമ്മപ്പെടുത്തുന്ന വേദഭാഗമാണിത്. ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് 32-ാം വാക്യത്തിന്റെ ആദ്യ വാക്യത്ത് നാം കാണുന്നത് എന്നാൽ ഞാൻ എന്നുള്ള പദം. ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം. ഞാൻ എന്ന പദം നമ്മുടെ കർത്താവ് പരമാധികാരിയാണെന്ന സത്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് നാം തിരുവെഴുത്തിൽ പഴയ നിയമത്തിൽ വായിക്കുന്നു. സകലത്തിന് ലാക്കും സകലത്തിനും കാരണബോധനുമായവൻ എന്ന് നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു. അതെ, ഞാൻ എന്ന പദം പരമാധികാരിയാണെന്ന സത്യം നമ്മെ ഓർപ്പിക്കുന്നു. ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ തന്റെ ജീവനെ കൊടുക്കുവാനും അത് തിരികെ പ്രാപിക്കുവാനും അധികാരമുണ്ട്. അപ്പോൾ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം എന്ന് പറയുന്നതിൽ നിന്നും തന്റെ ജീവനെ ഞാൻ കൊടുക്കുന്നു, ഞാൻ അതിനെ തിരികെ പ്രാപിക്കുന്നു. ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം. ഞാൻ സകലത്തിന് ലാക്കും കാരണബോധനുമായ പരമാധികാരിയായ ദൈവമാണെന്ന സത്യം ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മുടെ കർത്താവ്, നാം മഹത്വപ്പെടുത്തുന്ന, നാം ആരാധിക്കുന്ന, ഓർക്കുന്ന നമ്മുടെ അരുമനാഥൻ, അവൻ പരമാധികാരിയാണെന്നുള്ള സത്യം ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നാം 32-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. നിങ്ങൾക്ക് എന്നുള്ള പദം നമ്മെ ഓർപ്പിക്കുന്നത് ആരാണ് നിങ്ങൾ എന്നുള്ളത് നാം ചിന്തിച്ചാൽ 31-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും, ഞാൻ ഇടയനെ വിട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കൂട്ടത്തിലെ ചിതറിപ്പോകുന്ന ആടുകളാണ് നിങ്ങൾ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് താൻ തന്നെ അരുളിയ വാമൊഴിയാണത്: അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. അപ്പോൾ ഇവിടെ ചിതറിപ്പോകുന്ന ഈ ആടുകളെയാണ് നിങ്ങൾ എന്നുള്ള പദം ഓർപ്പിക്കുന്നത്. അതിൽ നിന്നും നമ്മുടെ കർത്താവിന്റെ മഹത്വം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത് അവൻ മനസ്സലിവുള്ള കർത്താവാണ് എന്നുള്ളതാണ്. മനസ്സലിവുള്ള കർത്താവാണ്. ആരുടെ പാപം ചുമക്കുന്നതിനാലാണോ വെട്ടേൽക്കുന്നത് അവർക്ക് മുമ്പായി പോകാൻ മനസ്സലിവുള്ള കർത്താവിന്റെ ചിത്രം നമുക്കിവിടെ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. നിങ്ങൾക്ക് മുമ്പായി എന്നുള്ള പദം മുമ്പേ പോകുന്ന, മുന്നമേ പോകുന്ന, മുന്നോടിയായ. അതേ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അതേ, പരമാധികാരിയായ, മനസ്സലിവുള്ള, വിശ്വാസത്തിന്റെ നായകനും
പൂർത്തി വരുത്തുന്നവനുമാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് നാം അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. പോകും എന്നുള്ള പദം, പോകും, അത് ഒരു നാളും കൈവിടാത്ത കർത്താവിന്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അത് ആർക്കു വേണ്ടിയാണോ അവൻ വെട്ടേൽക്കുന്നത്, അവർ ചിതറിപ്പോകുന്ന ഒരവസ്ഥ വരികയാണ്. എന്നാൽ ആ ചിതറിപ്പോയവരെ കൂട്ടിച്ചേർക്കുവാൻ താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം വീണ്ടും അവർക്ക് മുമ്പായി പോകും. അവരൊരു നാളും വിട്ടേച്ചു പോകുന്നവനല്ല, ഉപേക്ഷിച്ചു പോകുന്നവനല്ല, ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്തവനാണ്. അവനത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു നാളും ഉപേക്ഷിക്കാത്ത കർത്താവിന്റെ ചിത്രം നമുക്ക് അവിടെ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഒടുവിലായിട്ട് നാം അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം. ഉയർത്തെഴുന്നേറ്റ ശേഷം എന്ന പദം ജയാളിയായ കർത്താവിന്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. പരമാധികാരിയായ, മനസ്സിലുള്ള, വിശ്വാസത്തിന്റെ നായകനായ, ഒരു നാളും കൈവിടാത്ത ജയാളിയായ കർത്താവ്, ആ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടാണ് നാം കൂടി വന്നിരിക്കുന്നത്. അതെ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ വഹിച്ചപ്പോൾ അവൻ വെട്ടേൽക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. 31-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. വെട്ടേൽക്കപ്പെടുവാൻ ആവശ്യമില്ലാത്ത നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വെട്ടേൽക്കുവാൻ ഇടയായിട്ട് തീർന്നു. ആ അപമാനം അവൻ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഇന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലത്തുഭാഗത്ത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം സിംഹാസനസ്ഥനായിട്ടിരിക്കുകയാണ്. ആ പരമാധികാരിയായ, മനസ്സലിവുള്ള, വിശ്വാസത്തിന്റെ നായകനായ, ഒരു നാളും കൈവിടാത്ത ജയവീരനായ നമ്മുടെ കർത്താവിനെ അവന്റെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റിക്കൊണ്ട് നമുക്ക് ആരാധിക്കാം. അവിടുത്തെ നാമം മഹത്വപ്പെടുമാണ്. തൃപ്തനായി